എല്ലാവർക്കും നമസ്കാരം. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനിരിക്കുന്നത് 2 DIYs ആണ്. അതായത് നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ്, മാർക്സ്, കറുത്ത പാടുകൾ ഇതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഫേസ് നല്ല ബ്ലെമിഷ് ഫ്രീ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ സ്പോട്ട്ലെസ് സ്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ DIYs രണ്ടും തന്നെ വളരെ എഫക്റ്റീവ് ആണ്. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള DIYs ആണ്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും കൂടുതൽ പേർക്കും. ഞാൻ ടീനേജിലായിരിക്കും എനിക്ക് പിമ്പിൾസ് വന്ന് തുടങ്ങിയപ്പോൾ കുറേ കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞത് DIYs ആണ്. ഇത് രണ്ടും തന്നെ നല്ല എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് തന്നെ റിസൾട്ട്സും കിട്ടുന്നതാണ്. അപ്പോൾ രണ്ടെണ്ണമാണ് നമ്മൾ കാണാനിരിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് ആര്യവേപ്പില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഒരു കൈപ്പിടി ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില അതായത് നീം ലീവ്സ് എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ്. നമ്മൾ ഏതൊരു സ്കിൻ ഇൻഫെക്ഷൻസ് ആയാലും ശരി, ഡാൻഡ്രഫ് ആയാലും ശരി, സ്കാൽപ്പ് ഇൻഫെക്ഷൻ, ഏതൊരു ഇൻഫെക്ഷൻസിനായാലും ശരി നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യം നമ്മൾ ആര്യവേപ്പില ഒരു കൈപ്പിടി എടുത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആര്യവേപ്പില നിങ്ങൾക്ക് അടുത്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, വീട്ടിൽ മരമില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര്യവേപ്പിലയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. നീം പൗഡർ എന്ന് ചോദിച്ചാൽ കിട്ടും കടകളിൽ. ബഞ്ചാറാസിന്റെ നമ്മളിപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്നുണ്ട് നീം പൗഡർ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മൾ തൈര് മിക്സ് ചെയ്തിട്ടാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രഷ് ആര്യവേപ്പില എടുത്ത് അരച്ചിട്ട് അതിൽ തൈര് മിക്സ് ചെയ്ത് നിങ്ങൾ ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നീം പൗഡറിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്ത് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് നമ്മൾ ഫേസിൽ തന്നെ വിട്ടതിന് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസത്തിൽ തന്നെ നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് ഒക്കെ മാറിയിട്ട് കറുത്ത പാടുകളൊക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ കറുത്ത പാടുകൾ മാറിയിട്ട് നമ്മുടെ ഫേസ് ക്ലിയർ സ്കിന്നായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഈ റിസൾട്ട്സ് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പാക്ക് ഇട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തണുപ്പ് കാലം ആയതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യാം. ആലോവേറ ജെല്ലായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മൾ പുതിന ഇല ഉപയോഗിച്ചിട്ടാണ്. ഓൾറെഡി ഞാൻ പുതിന ഇലയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐസ് ഫേഷ്യൽ ചെയ്യുമ്പോൾ പുതിന ഇലയിൽ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് കൂടുതലുണ്ട്. നമ്മുടെ പിമ്പിൾസിന് വളരെ നല്ലതാണ്. പിമ്പിൾസ് ഉള്ളവരായാലും ശരി, ഫേസിലെ ഇൻഫെക്ഷൻസും കുറേ പാടുകളും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരായാലും ശരി, പുതിനയില്ലേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിമ്പിൾസ് ഒക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്തിട്ട് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് നല്ല ക്ലിയർ സ്കിന്ന് കൊണ്ടുവരാനായിട്ട് നല്ല സഹായകരമായിട്ടുള്ള സാധനമാണ് പുതിനയില എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ പുതിനയില ഒരു കൈപ്പിടി എടുക്കുക, അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ തൈരും കൂടി ആഡ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. തൈര് ഓപ്ഷണൽ ആണ്, ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ആഡ് ചെയ്ത് നല്ലതാണ്. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ്സിന് ശേഷം ഈ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലെ ഒരു നല്ല വീഡിയോയിൽ കാണുന്നത് മീ സൈനിങ് ഓഫ് പ്രിയ ജയൻ. ബൈ, ടേക്ക് കെയർ.